അമേരിക്ക ഇറാൻ്റെ കയ്യിൽ വൻ ആയുധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇതേ ന്യായം പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഇറാഖിന് നേരെ ആക്രമണം നടത്തിയിരുന്നത്. ഇറാഖിന് നേരെ ആക്രമണം നടത്തുമ്പോൾ സദ്ദാം ഹുസൈനെ ഒരു ഭീകരനായി ആദ്യമേ തന്നെ ചിത്രീകരിക്കാൻ അമേരിക്ക കഴിഞ്ഞു. ലോകത്താകെ ആളുകൾ ഭയപ്പാടിലായി. അല്ലെങ്കിൽ അത്തരമൊരു ഭയം സൃഷ്ടിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം നേതൃത്വം കൊടുത്തുകൊണ്ട് ലോകത്താകെയുള്ള മാധ്യമങ്ങൾക്കായി. എന്തായിരുന്നു പറഞ്ഞത്? ഇറാഖിൻ്റെ കയ്യിൽ വൻ രാസായുധങ്ങളുണ്ട്, ആ രാസായുധങ്ങൾ എപ്പോഴും പ്രയോഗിക്കാം. അപ്പോൾ എല്ലാവരും, ഇവിടെയുള്ളവരടക്കം, ഈ രാസായുധമോ മറ്റോ ഇവിടെ വന്ന് വീണാൽ നമ്മളെ സ്ഥിതി എന്താകും എന്നാലോചിക്കുന്നിടയായി. അപ്പോൾ രാസായുധം പ്രയോഗിച്ചേക്കും എന്ന് സദ്ദാമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സദ്ദാമിനെയും അവിടുത്തെ ഗവൺമെൻറ്റിനെയും ഇല്ലാതാക്കാനുള്ള കളമൊരുക്കുകയായിരുന്നു. ആ സമയത്താണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിദഗ്ധ സംഘം ഇറാഖ് സന്ദർശിച്ചത്. അവരെല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചു. അവർ പറഞ്ഞു, ആരോപിക്കപ്പെടുന്ന രീതിയിൽ ഒരു രാസായുധവും ഇറാഖിൻ്റെ കയ്യിലില്ല എന്ന്. ആര് വില വെക്കുന്നു അതിന്? ആദ്യം അഴിച്ചുവിട്ട പ്രചരണം അവസാനിച്ചോ? ആ പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളല്ലേ തുറന്നത്? അതല്ലേ കാണാൻ കഴിഞ്ഞത്? ഏറ്റവും നല്ല ഭരണ സംവിധാനം നിലനിന്ന ഒരു രാജ്യമായിരുന്നല്ലോ ഇറാഖ്. അതിനെ പൂർണ്ണമായി തകർത്ത് അതല്ലേ അമേരിക്ക നൽകിയ സംഭാവന. പക്ഷേ അന്നും ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇറാഖിനെ കുറിച്ച് അന്ന് പ്രചരിപ്പിച്ചതുപോലെ ഇന്ന് അമേരിക്ക നടന്ന പ്രചരണത്തിൻ്റെ ഭാഗമായി ലോകമാകെ ഇറാനെ പറ്റി ഭീതിയിലായിട്ടില്ല. ഇറാൻ്റെ കയ്യിലുള്ള ആയുധം ഇവിടെ വന്ന് വീഴുമെന്നുള്ള ആശങ്ക ലോകത്തിൻ്റെ ഒരു ഭാഗത്തും നിലനിൽക്കുന്നുമില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് അമേരിക്കയോടൊപ്പം നിൽക്കുന്ന അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ ഈ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം പങ്കുചേരാത്തത്. ഇതിൽ ഇറാഖിനെതിരെ നാറ്റോവിൻ്റെ സഹായത്തോടെയായിരുന്നു ആക്രമണം. ഇന്ന് അമേരിക്കയും ഇസ്രയേലും മാത്രമാണ് ആക്രമണം നടത്തുന്നത്. പല രാഷ്ട്രങ്ങളും ഈ ആക്രമണത്തെ അപലപിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ തന്നെ കടുത്ത വിമർശനം, ഇതിനെ അപലപിക്കുന്ന നില തുറന്നു വരികയാണ്. എല്ലാ രീതിയിലും അമേരിക്ക കാണിച്ചത് അന്താരാഷ്ട്ര മര്യാദയുടെ ലംഘനമാണ് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്തും ചെയ്യും എന്ന നിലയാണല്ലോ അമേരിക്ക സ്വീകരിക്കുന്നത്. ലോകത്ത് നല്ല രീതിയിൽ എണ്ണ കൈവശം വെച്ചിട്ടുള്ള എണ്ണയുള്ള രാഷ്ട്രമാണ് വെനിസ്വേല. വെനിസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും വീട് ചവിട്ടിത്തുറന്ന്
കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന നിലയല്ലേ അമേരിക്ക സ്വീകരിച്ചത്? ഏതെങ്കിലും രാഷ്ട്രമര്യാദ അതിലുണ്ടോ? ആരാണ് അമേരിക്കയ്ക്ക് ഈ രീതിയിൽ അധികാരം കൊടുത്തിട്ടുള്ളത്? തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, തങ്ങൾക്കെന്തും ചെയ്യാം. ആ ഹുങ്കോടെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ ഇടതുപക്ഷാഭിമുഖ്യമുള്ള സർക്കാരുകൾ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ആ സർക്കാരുകൾക്കെതിരെ തീർത്തും തെറ്റായ സമീപനം സ്വീകരിച്ച് അവയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കയാണ് നാം കണ്ടിട്ടുള്ളത്. താലിബാനെ സൃഷ്ടിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ പിന്തുണയോടെയാണ് അവിടെ ഈ പറയുന്ന ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്ന നജീബിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുന്നത്. സാധാരണ മുസ്ലിം രീതി അനുസരിച്ച് ഒരു ശവം അതിനെ ബഹുമാനിക്കുന്ന നിലയാണ് സ്വീകരിക്കുക. ഇവിടെ അദ്ദേഹത്തിൻ്റെ ശവം പരസ്യമായി കെട്ടിത്തൂക്കുകയായിരുന്നു. പിന്നെ നാം കണ്ടത് എല്ലാ തരത്തിലുമുള്ള അതിക്രമങ്ങളാണ്. ഇറാനിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊരു ന്യായം അമേരിക്ക ഇടക്ക് പറയുന്നതായി കേട്ടു. നാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ്. എല്ലാവിടെയും ആ സ്വാതന്ത്ര്യം വേണം. എന്നാൽ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകൾ അത് പല രാജ്യങ്ങളിലില്ലേ? ആ രാജ്യങ്ങളിൽ പലതിലും അമേരിക്കയുടെ പിന്തുണയില്ലേ? അവിടെയെല്ലാം അമേരിക്കയുടെ സാന്നിധ്യമില്ലേ? എന്തേ ഇറാനെ മാത്രം ആക്രമിക്കാൻ? അപ്പോൾ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യം വെച്ചാണ് ഈ നടപടികൾ സ്വീകരിച്ചത്. ഇവിടെ നാം കാണേണ്ട കാര്യം അമേരിക്കൻ സാമ്രാജ്യത്വം ഇത്തരത്തിലുള്ള നെറികേടുകൾ കാണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമീപനം എന്ത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം വളരെ സമ്പന്നമായ ചരിത്രമുള്ള ഒരു രാജ്യമാണ്. നാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അത് സാമ്രാജ്യത്തിനെതിരായ സമീപനമായിരുന്നു. ചേരിചേരാ നയം അതിൻ്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. മൂന്നാം ലോക രാഷ്ട്രങ്ങളോടൊപ്പമായിരുന്നു. ലോകത്ത് നടക്കുന്ന എല്ലാ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും പിന്താങ്ങുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇവിടെ ആ പാരമ്പര്യം പിന്നീട് കോൺഗ്രസ് തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. നരസിംഹറാവുവിൻ്റെ കാലം വന്നപ്പോൾ മാറ്റം വന്നു. ആ മാറ്റം അമേരിക്കയുമേ അടുക്കുന്നിടത്തേക്ക് എത്തി, ഇസ്രയേലിനെ അംഗീകരിക്കുന്നിടത്തേക്ക് എത്തി. അത് കഴിഞ്ഞ് BJPയുടെ കാലം വന്നപ്പോൾ കുറേ കൂടി തീവ്രമായി. ഇപ്പോൾ ലോകമാകെ ഇത്തരമൊരു ആക്രമണം കണ്ട് വറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന നരേന്ദ്രമോദിയാണ് നാം കാണുന്നത്. അവർ രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്.
ഇസ്രയേലിലെ ഇന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഇവിടുത്തെ RSSഉം രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങൾ. അതിൻ്റെ ഭാഗമായി ഇസ്രയേലിനെ പിന്താങ്ങുന്നു. അമേരിക്ക നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറില്ല. പരമ്പരാഗതമായി നമ്മുടെ രാഷ്ട്രവും ഇറാനും തമ്മിൽ വലിയ തോതിലുള്ള ബന്ധത്തിലാണ്. പരസ്പര ബന്ധം, ദൃഢമായ ബന്ധം. ആ ബന്ധമുള്ള രാഷ്ട്രത്തെ ഏകപക്ഷീയമായി ആക്രമിച്ചപ്പോൾ ആക്രമിക്കപ്പെട്ട രാഷ്ട്രത്തിനു വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ നമ്മുടെ പ്രധാനമന്ത്രിക്കാവുന്നില്ല. നമ്മുടെ രാജ്യം തീർത്തും മൗനം പാലിക്കുന്നു. ഇത് രാജ്യത്തിന് അവമാനമാണ്. RSSന് അഭിമാനമായിരിക്കും. കാരണം RSSൻ്റെ നയമതമാണ്. കോൺഗ്രസ് നേരത്തെ തുടങ്ങി വെച്ചതും അതാണ്. പക്ഷേ രാജ്യത്തിന് അവമാനമാണ്. ഇന്ത്യ ഉറച്ച സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം ചേരിചേരാ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സ്വീകരിച്ച രാഷ്ട്രമാണ്.